ഹായ് ഫ്രണ്ട്സ്, ഓഫീസിൽ ചെന്നപ്പോഴാണ് കണ്ടത് കൗണ്ടറിലെ ഫാനാണെങ്കിൽ കേടായി പോയി കേട്ടോ. പിന്നെ നമ്മുടെ ഓൾ ഇൻ ഓൾ ജസ്സുക്കുട്ടൻ ഓടി വന്ന് ഫാനൊക്കെ റിപ്പയർ ചെയ്ത് റെഡിയാക്കി കേട്ടോ. എന്തായാലും ചൂടത്ത് എന്ത് ചെയ്യുമെന്നുള്ളതിന് ജസ്സു ഒരു പരിഹാരം കണ്ടെത്തി. അതിനുശേഷം രാത്രി ഇവരുടെ ബാഡ്മിൻ്റനൊക്കെ കണ്ട് ഞാൻ ചിരിച്ചിരിച്ചിരുന്നു. കാരണം വൻ കോമഡി ആയിരുന്നേ. സജിൻ ചേട്ടനാണെങ്കിൽ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ ഇതൊക്കെ വീഡിയോയിൽ എടുക്കുമെന്ന്. അതിനുശേഷം കളിച്ച് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഞങ്ങളെന്നാ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ദീപേട്ടൻ എന്നോട് പറയാം, ആടി നമുക്ക് കടലിൽ പോകാമെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ അടുത്ത് ചെയ്താൽ കടലുള്ളതെന്ന്. എന്നോട് പറഞ്ഞു നടന്നു പോകാമെന്ന്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈബൊക്കെ പിടിച്ച് നടക്കാമല്ലോ എന്ന് ഓർത്ത് ഞങ്ങളങ്ങനെ നടന്നാണ് അങ്ങോട്ട് പോയത്. എന്നാലും ഈശ്വര ഇത്ര അടുത്ത് ഏത് കടലാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ നടന്നു പോവാം. അവന്മാരാണെങ്കിൽ പുറകിലും മുന്നിലുമായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സിനെ പോലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. കടലെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്നെ ഇവർ പറ്റിച്ചതായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ബുദ്ധന്മാരുടെ തന്നെ കുറേ രൂപങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഫുഡും സൂപ്പറായിരുന്നു കേട്ടോ. ഒട്ടും നിരാശപ്പെടുത്തിയില്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അതാണ് ഓർഡർ ചെയ്തത്. ഇവന്മാരൊക്കെ എരിവിൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസും പിന്നെ അൽഫാമും കുബൂസും ഒക്കെ ഓർഡർ ചെയ്തു. അവിടുത്തെ അൽഫാം സൂപ്പറാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അൽഫാം അത്ര ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഡ്രാഗൺ ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഗോലി സോഡ പൊട്ടിക്കുന്ന എക്സ്പ്രഷൻ കണ്ടോ ജെസുവിൻ്റെ. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.